മറ്റു സംസ്ഥാനത്തെ കുട്ടികൾ കേരളത്തിലെ യത്തീംഖാനയിൽ പഠിക്കാൻ വരരുത് എന്ന് പറയാൻ ഒരു വകുപ്പിനും അവകാശമില്ല. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമാണത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കേരളത്തിലെ കുട്ടികളുടെ രേഖകൾ അവിടെ ആരും ചികഞ്ഞു നോക്കാറില്ലെന്ന് മുനീർ ചൂണ്ടിക്കാട്ടി. അവരുടെ ഒന്നും കടലാസുകൾ ഇങ്ങനെ നിരന്തരമായി പരിശോധിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കാനുള്ള അവകാശമുണ്ട്. അവകാശം നിഷേധിക്കാൻ ഒരു വകുപ്പിനും സാധിക്കില്ല. അതിനാവശ്യമായ രേഖകളുമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്. ഇതിനെ മനുഷ്യക്കടത്തായിട്ട് ചിത്രീകരിച്ചത് ശരിയായില്ല. അതങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി. ഇത് വളരെ സതുദ്ദേശത്തോടുകൂടി കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വേണ്ടി യത്തീംഖാനകൾ ശ്രമിച്ചതാണ്. രേഖകൾ കൃത്യമായി സൂക്ഷിക്കേണ്ട ബാധ്യത അനാഥാലയങ്ങൾക്കുണ്ട്. ഈ പ്രശ്നത്തിൽ തൻ്റെ വകുപ്പിൻ്റെ റോൾ പരിമിതമാണ്. തനിക്ക് വീഴ്ച പറ്റി എന്ന് സംസ്ഥ ആരോപിക്കുമ്പോൾ ഇരുപക്ഷത്തിനും പറയാനുള്ളത് കേൾക്കാനുള്ള ഇസ്ലാമിക മര്യാദ പോലും കാണിച്ചില്ലെന്ന് മുനീർ കുറ്റപ്പെടുത്തി. വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രണ്ടു വശവും കേൾക്കണമെന്നാണ് ഇസ്ലാമിക നയം. എൻ്റെ ഭാഗം ആരും കേട്ടിട്ടില്ല. തടഞ്ഞുവെച്ച കുട്ടികളുടെ കാര്യത്തിൽ CWCക്കാണ് തീരുമാനമെടുക്കാൻ അധികാരമെന്നും മന്ത്രി പറഞ്ഞു. ഒമാനിലെ ബർക്കയിൽ നിന്നും ഷിനോബ് ഷംസുദ്ദീൻ, മീഡിയ 1.